കോഴിക്കോട് പേരാമ്പ്ര എരവട്ടൂർ ആയടക്കണ്ടി കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ ഭണ്ഡാര കവർച്ച ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ കേസിലെ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. തിരുവള്ളൂർ സ്വദേശിയായ നൈറ്റി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അബ്ദുള്ളയെയാണ് പിടികൂടിയത്. ലിനറ്റ് വർഗീസിന്റെ വിവരങ്ങളുമായിട്ട്. ലിനറ്റ്, ഇതിപ്പോൾ എവിടുന്നാണ് പ്രതിയെ പിടികൂടിയത്? ഇയാളുടെ എനിക്ക് തോന്നുന്നു 20,000-ഓളം രൂപ ഈ ഭണ്ഡാരം പൊട്ടിച്ച് കൈക്കലാക്കിയെന്ന് തോന്നുന്നു. ആ കാശ് സംബന്ധിച്ച് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ചെയ്തു. നിലവിലിപ്പോൾ ഈ ഒരു പണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. തിരുവള്ളൂർ സ്വദേശി നൈറ്റി എന്ന് അറിയപ്പെടുന്ന അബ്ദുള്ളയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ പിടികൂടിയിരിക്കുന്നത്. അദ്ദേഹം നമ്മൾ CCTV ദൃശ്യങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രമൊക്കെ അണിഞ്ഞുകൊണ്ട് ഇതുപോലുള്ള മോഷണമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. നിലവിൽ അദ്ദേഹത്തിന് 2-3 കേസുകൾ മറ്റു പോലീസ് സ്റ്റേഷനുകളിൽ മോഷണവുമായൊക്കെ ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അദ്ദേഹത്തെ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു കസ്റ്റഡിയിലെടുക്കൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനുശേഷം വൈദ്യപരിശോധനയ്ക്കൊക്കെ ശേഷം അദ്ദേഹത്തെ തെളിവെടുപ്പിന് കൊണ്ടുപോകും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാര്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു മോഷ്ടാവ് എന്ന് പറയുന്നത് മുഖം മറച്ചുകൊണ്ടായിരുന്നു ഈ ഒരു മോഷണം നടത്തിയിരുന്നത്. നൈറ്റി പോലുള്ള ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് മുഖം പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചുകൊണ്ടാണ് ഈ ഒരു മോഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷേ എങ്കിലും പോലീസിന്റെ പ്രത്യേകമായ കരുതൽ കാരണമാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. കഴിഞ്ഞ നവംബർ 19-നാണ് ഇത്തരത്തിലുള്ള ഈ ഒരു മോഷണം ഈ ഒരു പേരാമ്പ്ര കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. സേതു. ശരി ലിനറ്റ് തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി ലിനറ്റിൽ നിന്നും തേടേണ്ടതുണ്ട്. ഇതിപ്പോൾ ഈ ഭണ്ഡാരം കുത്തിത്തുറന്ന കേസിലെ പ്രതി പിടിയിലായിട്ടുണ്ട്.